നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ്. ഭക്തജനങ്ങളെ എല്ലാ രീതിയിലും കൊള്ളയടിക്കുകയാണ്. ഭക്തജനങ്ങളിൽ നിന്ന് സർവ്വ അറിവുകളും മറച്ചു വയ്ക്കുകയാണ്. അത് മന്ത്രിമാരായാലും തന്ത്രിമാരായാലും നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണത്. കാൽനടയായും അല്ലാതെയും എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര ത്യാഗം സഹിച്ചാണ്, എത്ര വ്രതം നോറ്റിട്ടാണ് ഭക്തജനങ്ങൾ നഗ്നപാതരായിട്ട് ശബരിമലയിൽ എത്തിയിട്ട് ആ കാണിക്ക അർപ്പിച്ച് ദർശനം നടത്തി പോകുന്നത്. എത്രമാത്രം ത്യാഗം സഹിച്ചാണ്, മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്നത്. എത്ര വൈകല്യമുള്ളവരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. കണ്ണിൽ നിന്ന് ചോരയാണ് പൊടിയുന്നത് അവിടെ ഭക്തജനങ്ങളുടെ. ഇത്രയും വലിയ ഭക്തജന സമൂഹത്തെ ചൂഷണം ചെയ്യലാണ്, ശരിക്കും കശാപ്പ് ചെയ്യലാണ് ദേവസ്വം ബോർഡും തന്ത്രിമാരും മന്ത്രിമാരും എല്ലാം കൂടി അവിടെ ചെയ്യുന്നത്. മുഴുവൻ അറിവുകളെയും മൂടി വെച്ചിരിക്കുകയാണ്. മുഴുവൻ ധനത്തെയും അടിച്ചു കൊണ്ടുപോവുകയാണ്. ഭക്തജനങ്ങൾ ശബരിമല കയറുമ്പോൾ മുഴുവൻ ധനത്തെയും മലയിറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഭക്തസാഗരങ്ങൾ പൊന്നു 18 പടി ചവിട്ടിക്കയറി തത്വമസിയിലേക്ക് എത്തുമ്പോൾ 18 അടവും പയറ്റിക്കൊണ്ട് മുഴുവൻ തത്വങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ആ അയ്യൻ്റെ സമ്പത്തിനെ, ശബരിമലയിലെ സമ്പത്തിനെ ഇരുചെവി അറിയാതെ മലയിറക്കുകയാണ് അവിടെയുള്ള ഉന്നതമായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമലയുടെ പരമാധികാരമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഏത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും ആ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതറിയില്ല. ശാസ്താവ് ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അയ്യപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. മണികണ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. മാളികപ്പുറത്തമ്മ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ശിവൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ശബരി ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. മോഹിനി ഭാവത്തിലുള്ള വിഷ്ണു എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. വിഷ്ണുവിൻ്റെ മായ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. വലിയ കടുത്ത സ്വാമി ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ചെറിയ കടുത്ത സ്വാമി ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കറുപ്പായി അപ്പനെയും കറുപ്പായി അമ്മയെയും ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കല്ലിടാങ്കുന്നിൽ എന്തിനാണ് കല്ലിടുന്നതെന്നറിയില്ല. ശരംകുത്തിയിൽ എന്തിനാണ് ശരം കുത്തുന്നതെന്നറിയില്ല. വാപുരസ്വാമി ആരാണെന്നറിയില്ല. വാപുരൻ ആരാണെന്നറിയില്ല. ഇവർ വാ തുറക്കില്ല. ഇവർക്ക് അറിയില്ല. മറച്ചു വെച്ച് ചൂഷണത്തിന് വേണ്ടി സർവ്വതും മറച്ചു വെച്ച് ദേവസങ്കല്പങ്ങളെ വിചിത്രമാക്കി ശിവൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ശവമല്ലാത്തതെല്ലാം ശിവമെന്ന് പറയാവുന്ന രീതിയിലേക്ക് ഈ വേദശാസ്ത്രത്തെ, ഈ തിയോളജിയെ ഇത്രയും വലിയ അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങിലേക്ക് എത്തിച്ചത് ഇത്തരത്തിൽ മതസ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. സർവ്വ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളെ ഇത്രയും വലിയ അരാജകത്വത്തിലേക്ക്, കള്ളത്തരത്തിന്റെ കൂത്തരങ്ങിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും ഇവിടുത്തെ ഉന്നതാധികാരികളുമാണ്. അതിനകത്ത് രാഷ്ട്രീയ, ജാതി, മത ചിന്തകളൊന്നും വേണ്ട. സർവ്വ ആളുകളും ചേർന്നിട്ടാണ്. ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്നതല്ല ശരിക്കും ശബരിമല. പഞ്ചദ്രാവിഡ ദേശങ്ങളുടെയും പീഠങ്ങളുടെ പീഠമാണ് ശബരിമല എന്ന് പറയുന്നത്. തന്ത്രിമാർക്കും ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും പറയുവാനുള്ള ബാധ്യതയുണ്ട് ശബരിമലയിൽ ഇരിക്കുന്ന ദൈവം ഏതാണെന്നും, അയ്യപ്പൻ ആരാണെന്നും, മണികണ്ഠൻ ആരാണെന്നും, ശാസ്താവ് ആരാണെന്നും, ശാസ്താവിൻ്റെ വാമഭാഗമായിരിക്കുന്ന പൂർണ്ണ ഏതാണെന്നും, പുഷ്കല ഏതാണെന്നും, അവരുടെ മക്കളായിരിക്കുന്ന സത്യകൻ ആരാണെന്നും, സത്യകി ആരാണെന്നും, മാളികപ്പുറത്ത് അമ്മ ആരാണെന്നും, കരിനീലി ആരാണെന്നും, മോഹിനി ആരാണെന്നും ഇതെല്ലാം പറയുവാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഭക്തജനങ്ങളുടെ പൈസ എടുത്ത് ധാരാളിത്തം കാണിക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അധികാരികൾക്കും ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ശ്രീധർമ്മശാസ്ത്രം വിഭാവനം ചെയ്തിരിക്കുന്ന സർവധർമ്മശാസ്ത്രത്തെയും ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും മറച്ചു വെച്ചുകൊണ്ട് അനർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, പരസ്പരം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസങ്കല്പങ്ങൾ എന്താണെന്ന് പറയാതെ ഇവിടെ വ്യവസായം നടത്തുകയാണ്. ആത്മീയ വ്യവസായം നടത്തുകയാണ് സർക്കാരും മറ്റുള്ളവരും. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വ്രതം നോറ്റുകൊണ്ട്, സർവവും അർപ്പിച്ചുകൊണ്ട്, സർവവും സഹിച്ചുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, വൈകല്യമുള്ളവരുൾപ്പെടെ ആ ദേവസന്നിധിയിലേക്ക് എത്തുമ്പോൾ അവരുടെ നിഷ്കാമമായിട്ടുള്ള ആ ഭക്തിയെ, ആ വിശ്വാസത്തെ, ആ വ്രതത്തെ, ആ കണ്ണുനീരിനെ, ആ വേദനയെ വിറ്റ് കാശാക്കുന്ന ഈ സർക്കാരും ഈ അധികാരികളും ജനങ്ങളോട് പറയുവാൻ ബാധ്യസ്ഥരാണ് ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്രം എന്താണെന്ന്. ഇവർ ചൂഷണത്തിന് വേണ്ടി മറച്ചു വെച്ച ആ തിയോളജി എന്താണെന്ന്, ആ ദൈവശാസ്ത്രം എന്താണെന്ന്, ആ ദൈവവിശ്വാസം എന്താണെന്ന് ജനങ്ങളോട് പറയുവാനുള്ള ബാധ്യത
ദേവൻ്റെ സ്വത്തെടുത്ത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിനും ബന്ധപ്പെട്ട അധികാരികൾക്കുമെല്ലാം പറയാനുള്ള ബാധ്യതയുണ്ട്. അത് പറയാത്ത പക്ഷം അത് അറിവില്ല എന്നുള്ള കാര്യം ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.